ശരിക്കും ഗായത്രി മയൂരിയാണ് ഇന്ന് ഇന്റർവ്യൂ നടന്നത്. മയൂര വേറെ പലതൊക്കെ വരുന്ന ഗായത്രി മയൂരിയാണ് ഇന്റർവ്യൂ നടന്നത്. മയൂര ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ലുലു ഹൈപ്പർ മാർക്കറ്റിനകത്ത് പർച്ചേസ് ചെയ്ത് നിൽക്കുകയാണ്. സാധനങ്ങൾ മേടിച്ചോണ്ട് വന്നപ്പോൾ ഒരു പുള്ളിക്കാരി പെട്ടെന്ന് വന്ന് എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തി. വെച്ചാൽ ഇങ്ങനെ ഞാൻ തിരിഞ്ഞു നിൽക്കുകയാണ്. അവരെന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, നീ എന്നാലും അവളോട് ചെയ്ത് അത്ര നല്ലതായില്ല അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ഡയലോഗ് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് എൻ്റെ കയ്യിലൊക്കെ സാധനം ഇരിക്കാം, പെട്ടെന്ന് എല്ലാവരും എനിക്കിങ്ങനെ നോക്കുക. ആൾക്കാരിൽ നിന്ന് അക്സെപ്റ്റൻസ് വന്നു തുടങ്ങിയത് ആക്ച്വലി കളിവീട് ചെയ്തതിന് ശേഷമാണ്. ഇപ്പോഴും ആൾക്കാർ പ്രിയ അല്ലെങ്കിൽ അനു എന്ന് പറഞ്ഞിട്ട് എന്നെ ചൂണ്ടിക്കാണിച്ച് എന്നോട് വന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്ന പടത്തിൽ ലേഡി അസിസ്റ്റൻസിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു റിക്വയർമെന്റ് വന്നത്. അങ്ങനെ ഞാൻ ആ പടത്തിൽ പോയി വർക്ക് ചെയ്തു. ഒരു സകലകല വല്ലഭിയല്ലേ ചെറിയ രീതിക്ക്. പക്ഷെ പ്രണയം ഉണ്ടായിരുന്നു. അല്ല, കണ്ണു നിറയുന്നുണ്ടല്ലോ, അതെനിക്ക് ചോദിച്ചത്. ഫ്രണ്ട്ഷിപ്പിൽ എനിക്ക് ചതി ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഏറ്റവും കൂടുതലും. പക്ഷെ കിട്ടിയിട്ടുള്ള ചതി ഏറ്റവും വലിയ ചതിയുമാണ്. അത് എവിടെ നിന്നാണ് ഗായത്രിയുടെ മനസ്സിലാവുന്നത്? ഇതിപ്പോ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. വെള്ളിച്ചിലങ്ക തുള്ളി തുളുമ്പി കൊഞ്ചി കിണുങ്ങി വരുമ്പോൾ ഞാനേതോ താളം മീട്ടിയോ. ഇനി ഇതേത് പാട്ടെന്ന് പറ. ഇഷ്ടമോ നീടുവാൻ പെണ്ണെ മടിയെന്തിന. Hey, it's me Ajin Varghese. Let's welcome to our show Chat with Ajin. ഇതിനോടൊപ്പം ഉള്ളത് മോഡലാണ്, ആക്ട്രസ് ആണ്. കളിവീട് എന്ന സീരിയലിലൂടെ മലയാളി മനസ്സുകളിൽ ഒരു നെഗറ്റീവ് റോള് ചെയ്ത് സ്വീകാര്യത നേടിയ നമ്മളെല്ലാവരും സ്വന്തം ഗായത്രി മയൂരിയാണ്. നമസ്കാരം. നമസ്കാരം ചങ്കേ, എന്തുകൊണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ശരിക്കും ഗായത്രി മയൂരിയാണ് ഇന്ന് ഇന്റർവ്യൂ നടന്നത്. മയൂര വേറെ പലതൊക്കെ വരുന്ന ഗായത്രി മയൂരിയാണ് ഇന്റർവ്യൂ നടന്നത്. മയൂര ഗായത്രി മയൂരിയാണ് ഇന്ന് ഇന്റർവ്യൂ നടന്ന സമയത്ത് നമ്മൾ ഈ കളിവീടിലെ ആ കഥാപാത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ നെഗറ്റീവ് എന്നൊക്കെ വെച്ച് ഒരുപാട് ആളുകൾ നെഗറ്റീവ് സീരിയലിൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇത്ര പ്രൊഫഷണലായിട്ടും പെർഫെക്റ്റ് ആയിട്ടും നെഗറ്റീവ് ഗായത്രി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗായത്രി റിയൽ ലൈഫിലും നെഗറ്റീവ് ഒരു വ്യക്തിയാണോ? അല്ല, പക്ഷെ മുഖത്തൊരു ഭീകരതയുണ്ട്. അതാരെങ്കിലും പറഞ്ഞുണ്ടോ? മുഖത്ത് മാത്രമേ ഭീകരതയുള്ളൂ, ഉള്ളിലൊന്നും ഇല്ലെന്നല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് കളിവീടിന്റെ വിശേഷങ്ങളും ഈ ഒരു ഫീൽഡിലോട്ട് വന്ന എങ്ങനെയാന്ന് വെച്ച് പറയാം. ഓക്കെ, സോ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത് ഞാൻ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ വന്നതാണ്. ആസ് എൻ ചെറിയ പ്രായത്തിൽ അച്ഛനും അമ്മയ്ക്കൊക്കെ വലിയ ആഗ്രഹമായിരുന്നു. ലൈക്ക് ഞാനൊരു ഒരിക്കലും അവരെന്നോട് പഠിച്ച് നീ ഇന്ന ആളാവണം എന്ന് പറഞ്ഞിട്ടില്ല. അതിന് പകരം അവരെപ്പോഴും എനിക്ക് തോന്നുന്നു, ഞാൻ ഒരു 8th 9th ഒക്കെ ആയ സമയം മുതൽ അവരെന്നോട് ഏറ്റവും കൂടുതൽ പറഞ്ഞത് നീ നല്ലൊരു ആക്ട്രസ് ആവണം, നീ നല്ലൊരു അഭിനേത്രിയെന്ന്, നല്ല സ്റ്റേറ്റ് അവാർഡൊക്കെ വാങ്ങണം. അങ്ങനെയാണ് കൂടുതൽ. വളരെ ചുരുക്കം ആൾക്കാരാണ് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവർ. പലരും സപ്പോർട്ട് ഇല്ലാതെയാണ് ആദ്യമൊക്കെ വരുന്നത്, പിന്നെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ പ്രിവിലേജ് എന്ന് പറയുന്നത് അതാണ്. ചെറുതിലേ മുതലേ ആ സപ്പോർട്ട് ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും. അങ്ങനെ ചെറിയ ഫോട്ടോഷൂട്ട് പരിപാടിയൊക്കെ ചെയ്തു. ഏഷ്യാനെറ്റിൽ ഞാൻ ഇതുപോലൊരു സീരിയലാണ് ഫസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് അതിൻ്റെ പേര് കറക്റ്റായിട്ട് ഓർമ്മയില്ല, ചെറുതിലായിരുന്നു അത്. അത് കഴിഞ്ഞ് പിന്നെ സിനിമ തമിഴിൽ പോയി 2 മൂവി ചെയ്തു. പിന്നെ മലയാളത്തിൽ കുറച്ച് സിനിമകളിലൊക്കെ ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് അങ്ങനെ മലയാളത്തിലെ കുറച്ച് പടങ്ങളും പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പഠിത്തം, സ്റ്റഡീസ് പോകുന്നുണ്ടായിരുന്നു. 10th 12th ഒക്കെ ആ ടൈമിലാണ് ഞാൻ ചെയ്തത്. ഡിഗ്രിയും ചെയ്തു. അതിൻ്റെ ഇടയിൽ കൂടെ അഭിനയം പരിപാടി. അങ്ങനെയാണ് അവിടെ തൊട്ട് ലൈക്ക് പഠിത്തം അഭിനയം അങ്ങനെ പോയി, പാരലലി അങ്ങ് പോയി. അങ്ങനെ ഞാൻ ഫൈനലി ചൂസ് ചെയ്തു, ലൈക്ക് ഐ വോണ്ട് ടു ബി ദിസ് എന്നുള്ളതാണ് എൻ്റെ എന്നുള്ള ഒരു സാധനത്തിലേക്ക്. ഇതാണ് എനിക്കിത് പറ്റുള്ളൂ എന്നുള്ള ഒരു വലിയ തിരിച്ചറിവ് എനിക്ക് മനസ്സിലായി. അപ്പോഴും പഠിക്കുമായിരുന്നു. ഞാൻ ഒരുപാട് ബാക്കിലേക്കല്ല എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേ ഫസ്റ്റ് ക്ലാസ് അങ്ങനെ ഒരു വ്യക്തിയല്ല, പഠിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഈ ഫീൽഡിലോട്ട് വരുന്നു, വീട്ടുകാരുടെ സമ്മതത്തോടെയും പേഴ്സണലി എൻ്റെ ഇഷ്ടത്തോടെയും. ഗായത്രി എന്ന വ്യക്തി ആളുകൾ തിരിച്ചറിഞ്ഞത് എപ്പോഴായിരുന്നു? കൂടുതലും സിനിമ ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു അത്രയും ആളുകളിലേക്ക് എത്തിയിട്ടില്ല. കാരണം ചെയ്യുന്നതെല്ലാം ചെറിയ ചെറിയ കഥാപാത്രങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ എനിക്ക് കൂടുതൽ ആൾക്കാരിൽ നിന്ന് അക്സെപ്റ്റൻസ് വന്നു തുടങ്ങിയത് ആക്ച്വലി കളിവീട് ചെയ്തതിന് ശേഷമാണ്.
കാരണം ഇപ്പോഴും അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഇപ്പോൾ ഒരു 3 മാസമായി കംപ്ലീറ്റ് ഷൂട്ടും എല്ലാം കഴിഞ്ഞിട്ട് ടെലികാസ്റ്റും കഴിഞ്ഞിട്ട് ഇപ്പോഴും ആൾക്കാർ പ്രിയ അല്ലെങ്കിൽ അനു എന്ന് പറഞ്ഞിട്ട് തന്നെ ചൂണ്ടിക്കാണിച്ച് എന്നോട് വന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ കഥാപാത്രം ഗായത്രിയിലേക്ക് വന്നെത്തിയത് എങ്ങനെ? ഈ കഥാപാത്രം എത്തുന്നത് ആക്ച്വലി ഞാൻ ബൈ ദ വേ ഞാൻ വർണ്ണപ്പകിട്ട് എന്ന് പറഞ്ഞൊരു സീരിയലും കൂടെ ഇതിന് ഇൻ ബിറ്റ്വീൻ ചെയ്തിട്ടുണ്ടായിരുന്നു, സൂര്യയില് തന്നെ, ഇതിന് തൊട്ട് മുമ്പായിട്ട്. അപ്പം അതിൻ്റെ കൺട്രോൾ ഞങ്ങൾ ഒരേ സ്ഥലത്ത് ആക്ച്വലി ഷൂട്ട്, അതായത് ചിത്രാഞ്ജലിയിൽ ഷൂട്ട് നടന്നു. അതായത് വർണ്ണപ്പകിട്ടിൻ്റെയും ഈ കളിവീടിൻ്റെയും പാരലലി നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അന്ന് ആക്ച്വലി നെഗറ്റീവ് ക്യാരക്ടർ ഇവര് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ വർണ്ണപ്പകിട്ടിലും ഞാൻ ഇങ്ങനെ ചെറിയൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ചേച്ചിയായിട്ടാണ് അതിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ വെച്ച് കൺട്രോളർ ത്രൂ സംസാരിച്ചു. കണ്ണൻ താമരക്കുളം ചേട്ടൻ്റെ കൂടെയാണ് ഞാൻ തമിഴിലൊരു വർക്ക് ചെയ്തിരുന്നത്, ഒരു മൂവി ചെയ്തത്. അപ്പോൾ ചേട്ടൻ തന്നെ ഇങ്ങനെ റെഫർ ചെയ്തു, പുള്ളിക്കാരി ചെയ്യും, അങ്ങനെ റെഫറൻസ് ഒക്കെ ത്രൂ ആണ് ഞാൻ കളിവീട്ടിലേക്ക് വരുന്നത് ചെയ്യുന്നത്. കളിവീട്ടിലെ ആ ഒരു കഥാപാത്രം ഗായത്രി എന്ന് പറയുന്ന ഒരു ആക്ട്രസിന് ഉണ്ടാക്കിയ മാറ്റം ചെറുതല്ല, അല്ല. അത്രമേൽ ആളുകളുടെ മനസ്സ് കീഴടക്കി. ഈ അഭിനയിക്കുന്ന സമയത്തും ആ ഒരു കഥാപാത്രത്തിൽ എത്തുന്ന സമയത്തും ചിന്തിച്ചിരുന്നു ഇത്രമേൽ പോപ്പുലർ ആവുന്ന? സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം ഈ ഒരു ക്യാരക്ടർ എടുത്ത് കൈ തന്ന സമയത്ത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എനിക്കറിയില്ല എങ്ങനെയാണ് ഒരു വില്ലനിസം സംഭവം. കാരണം ഈ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം ഒന്നില്ല, ഇങ്ങനെ ചെറിയൊരു നായിക അല്ലെങ്കിൽ ഈ ലൈക്ക് ഇപ്പോൾ ചെയ്ത എന്തെങ്കിലും എല്ലാ സംഭവം നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും ഈ നായിക ഫ്രണ്ട് ഇല്ല അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും സിമ്പിൾ സംഭവമാണ് ചെയ്തിരുന്നതല്ല. പെട്ടെന്ന് എടുത്തിട്ട് ഒരു ഉടനീള വില്ലത്തി ഒരു സംഭവം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല രീതിയിൽ കോൺഫിഡൻസ് തന്ന കുറച്ച് പേരുണ്ട്, റൈറ്റേഴ്സും പിന്നെ അതേപോലെ അവിടെ വർക്ക് ചെയ്ത കുറച്ച് അസോസിയേറ്റ്സും അസിസ്റ്റൻസും ഒക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞത് ഇരുത്തി എനിക്ക് ക്ലാസ് തന്നു ലിറ്ററലി. ലൈക്ക് എടി ഇത് ഇങ്ങനെ ചെയ്താലേ ഇത് വർക്കൗട്ട് ആവുള്ളൂ, നീ ഇത്രയും ഭീകരത്വം കാണിച്ചാലേ പ്രേക്ഷകർക്ക് അങ്ങനെ ഫീൽ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് എനിക്ക് അതിനൊരു പ്രോപ്പർ ലെസൺ എടുത്ത് തന്ന് അങ്ങനെയാണ് എനിക്ക് ആക്ച്വലി ആ ക്യാരക്ടർ ചോദിക്കാൻ കാരണം ഗായത്രിയുടെ റിയൽ സ്വഭാവമായിട്ട് ഒരു ബന്ധവും ഇല്ല അല്ലേ? തികച്ചും വേറൊരു സ്വിച്ചിട്ട് മാറുന്ന പോലെ ഒരു കഥാപാത്രം തന്നെ. ആ ഒരു കഥാപാത്രം ചെയ്ത് ശീലിച്ച് വന്നതിന് ശേഷം വീട്ടിൽ പിന്നെ ഒരു കഥാപാത്രമായിട്ട് മാറിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ആ പ്രിയ എന്ന് പറയുന്ന കഥാപാത്രം ഒരിക്കലും അങ്ങനെ പറ്റില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. അങ്ങനെ ഒരു ക്യാരക്ടറിലേക്കൊക്കെ ഞാൻ സിനിമകളിലൊക്കെ കേട്ടിട്ടുണ്ട്, ഐ മീൻ ഇന്റർവ്യൂസിലൊക്കെ ഇങ്ങനെ കൂടുതലും ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ലൈക്ക് അവർ ഈ കഥാപാത്രമായി മാറാറുണ്ട്. നമ്മുടെ സിനിമയുടെ ദിലീപേട്ടനാണെങ്കിൽ പോലും ചാന്തുപുട്ട് സിനിമ കഴിഞ്ഞ സമയത്ത് അതിൽ നിന്ന് റിക്കവർ ആകാൻ ഒരുപാട് ടൈം എടുത്തു. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ അത് ചെയ്യുമ്പോൾ കോൺഷ്യസ്ലി എനിക്ക് അറിയാം ഒരിക്കലും പ്രിയ എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതും. പ്രിയ അവിടെ ഞാൻ ചെയ്യുന്നു, അവിടെ ക്യാമറ ആക്ഷൻ കട്ടില് തീരുന്നു, അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, അങ്ങനെയുള്ളൂ. അത്രേ ഉള്ളൂ, അല്ലാതെ ഞാൻ അത് വീട്ടിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു കഥാപാത്രം വീട്ടുകാരൊക്കെ കണ്ടപ്പോ എന്ത് പറഞ്ഞു? ആദ്യം പറയുന്ന പോലെ ഇവർക്കും ലൈക്ക് ഇത് കുറച്ചധികം ഓവറായി പോയില്ലേ, ഇത് ആയിരുന്നു, ഇത്രയും നെഗറ്റീവ് ആൾക്കാർ എന്ത് പറയും എന്നുള്ളൊരു ടെൻഷനായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഈ പുറത്തിറങ്ങുന്ന സമയത്തെ ഈ അമ്മമാരാണെങ്കിലും അല്ലെങ്കിൽ സീരിയലിനെ സ്നേഹിക്കുന്നവരാണെങ്കിലും എനിക്ക് എപ്പോഴും നെഗറ്റീവ് ഷെയ്ഡ് ഉള്ളവരോട് ഡയറക്റ്റ് പോയി ചോദിക്കും, നീ എന്തിനാ എൻ്റെ മോളെ അങ്ങനെ ചെയ്ത്, എൻ്റെ മോനെ അങ്ങനെ ചെയ്തത്, അങ്ങനെ ചോദ്യങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറയുമോ? അത് ഞാൻ ഇതുപോലെ വിത്ത് ഫാമിലി, എൻ്റെ സിസ്റ്ററും ഞാനും അമ്മയും ഒക്കെ ആയിട്ട്, അമ്മ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, ഞങ്ങൾ ലുലു ഹൈപ്പർ മാർക്കറ്റിനകത്ത് പർച്ചേസ് ചെയ്ത് നിൽക്കുകയാണ്, സാധനങ്ങൾ മേടിച്ചുകൊണ്ട് നിന്നപ്പോൾ ഒരു പുള്ളിക്കാരി പെട്ടെന്ന് വന്ന് എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തി. വെച്ചാൽ ഇങ്ങനെ ഞാൻ തിരിഞ്ഞു നിൽക്കുകയാണ്, അവരെന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, നീ എന്നാലും അവളോട് ചെയ്ത് അത്ര നല്ലതായില്ല അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ഡയലോഗ് ഓടിച്ചു. ഞാൻ പെട്ടെന്ന് എൻ്റെ കയ്യിലൊക്കെ സാധനം ഇരിക്കാം, പെട്ടെന്ന് എല്ലാവരും എനിക്കിങ്ങനെ നോക്കുക, ലൈക്ക് ഇതെന്ത് പറ്റി, എന്താ സംഭവം എന്ന് അറിയാനായിട്ട്. ഞാനും പെട്ടെന്ന് ഇട്ടിട്ട് ചേച്ചി, എനിക്ക് എൻ്റെ മൈൻഡിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ആള് മാറി എങ്ങാനും ചോദിക്കുകയാണ്, ഇവർ എന്താണ്, എൻ്റെ മൈൻഡിൽ പോകത്തില്ല. കാരണം ഞാൻ ഈ ഷൂട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ ഗായത്രിയാണ്, നമ്മൾ പിന്നെ ആക്ടറാണ് എന്നുള്ള ഒരു ബോധത്തോടുകൂടി നടക്കാറില്ല, മിക്കവാറും ഞാൻ നടക്കാറില്ല. അപ്പൊ ഞാൻ വളരെ ഈസി ഗോയിങ് ആയിട്ട് അങ്ങനെ പോകുന്നു വരുന്നു ഒക്കെ. അപ്പൊ ഇവര് പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചു നിർത്തി എന്നോട് ചോദിച്ചപ്പം ലൈക്ക് ഞാൻ ഭയങ്കര സ്റ്റക്കായി പോയി, എനിക്ക് എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയാത്തൊരവസ്ഥ, ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ ലൈക്ക് നീ എന്നാലും പൂജയോട് ചെയ്തത് അത്ര ശരിയായില്ല, അത് കഴിഞ്ഞിട്ട് എന്തോ ഒരു സംഭവം കൂടെ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പൂജ എന്നുള്ള ക്യാരക്ടർ പേര് കേട്ടപ്പോഴാണ് ഷിറ്റ്,
ഇവരിതാണ് ഉദ്ദേശം എന്നുള്ള എൻ്റെ മൈൻഡിൽ പോയത്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ഞാനിങ്ങനെ പതറി എല്ലായിടം നോക്കിയിട്ട് ചേച്ചി പക്ഷെ മോളെ നല്ല അടിപൊളിയായിട്ട് നീ ചെയ്യുന്നുണ്ട് കേട്ടോ, വില്ലത്തി അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പിന്നെ പറഞ്ഞു. ഇവരുടെ ടോൺ അങ്ങ് മാറ്റിയിട്ട് ഇവർ വളരെ കൂളായിട്ട് അങ്ങ് പറഞ്ഞു. അത് വരെ കത്തിയ ഒരു ആന്തലുണ്ട് എനിക്ക്. എന്താണ് ഇവർ, ആരെയാണ് ഉദ്ദേശിക്കണത്, ഇവർ എന്നെ തന്നെ ഉദ്ദേശിച്ചിട്ടാണോ എന്നുള്ളത്. ഈ പൂജയുടെ പേര് കേട്ടപ്പോഴാണ് എനിക്കൊന്ന് ആശ്വാസമായത് സത്യം പറഞ്ഞാൽ. അങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസ്. പിന്നെ പലരും വിളിച്ചു തീർത്ത് പറയാറുണ്ട് ഭയങ്കര വില്ലത്തി തന്നെ കേട്ടാ വെച്ചാ ആ രീതിയിലൊക്കെ പറയും. അപ്പം സന്തോഷമാണ്. ലൈക്ക് അതിൽ നമുക്ക് ഒരിക്കലും നിരാശയുപരി ഇല്ല. കാരണം അവിടെ ഗായത്രി എന്ന് പറയുന്ന ആക്ട്രസ് ഒരു ഫ്ലോപ്പായിട്ട് അഭിനയിച്ചിരുന്ന ആരും തിരിച്ചറിയത്തില്ല. അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ, ഇപ്പം വീട്ടിലാരൊക്കെയാണ് നിലവില്? അച്ഛൻ, അമ്മ, അനിയത്തി, ഞാൻ, ഞങ്ങൾ 4 പേരും അടങ്ങുന്നതാണ് ഞങ്ങളുടെ വീട്. ഇതാണ് എന്റെ കുടുംബം. അതെ, ഇതാണ് എന്റെ കുടുംബം. വിവാഹമൊക്കെ? വിവാഹമൊന്നും ആയിട്ടില്ല. പക്ഷെ ഒരു പ്രണയം ഉണ്ടായിരുന്നു. പ്രണയം എനിക്ക് എല്ലാത്തിനോടും ഉണ്ട്. പ്രണയം ഇല്ലാത്ത മനുഷ്യരില്ല. ഇല്ല. അതിപ്പോ ഇല്ലെന്ന് പറഞ്ഞ കള്ളത്തരായപ്പോ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു ഒക്കെ ഉണ്ട്. ഇപ്പോഴുണ്ടോ? അത് അപ്പൊ ഞാൻ പൊട്ടനാ? അല്ല, നമുക്ക് പറയാം. പ്രണയം എന്ന് പറയുന്ന സംഭവം ആക്ച്വലി ഇറ്റ്സ് എ വെരി പേഴ്സണൽ ഒരു സംഭവമാണ്. അത് ഭയങ്കരമായിട്ടും ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് എൻ്റെ വളരെ ഇൻറ്റിമേറ്റ്, എൻ്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ളൊരു ചോയ്സ്, അല്ലെങ്കിൽ എൻ്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സാധനമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് ഇപ്പം ഞാൻ എന്ത് പറയണം എന്ന് വെച്ചാൽ, ജനങ്ങൾക്ക് അറിയേണ്ടത് കല്യാണം ഉടനെ കാണുമോ? ഇല്ല, കാണത്തില്ല. ഇല്ല. ഗായത്രിക്ക് പ്രണയമുണ്ട്. പ്രണയമൊക്കെ ഉണ്ടാവാതിരിക്കാം. മനുഷ്യരല്ലേ, ഇന്ന് വരും ചിലപ്പോൾ നാളെ പോവും, ഇന്നുണ്ടാവും നാളെ ഉണ്ടാവും. വല്ലാത്തൊരു മനുഷ്യൻ എൻ്റെ പൊന്നടാവേ. അല്ല, കണ്ണ് നിറയുന്നുണ്ടല്ലോ, അതാ ഞാൻ ചോദിച്ചത്. കണ്ണ് നിറയുന്നത് മേ ബി ചൂടെടുക്കുന്നുണ്ടാവും. പ്രണയത്തെ കുറിച്ച് ചോദിച്ചോണ്ടൊന്നുമല്ല. അപ്പൊ സന്തോഷമായിട്ട് പോകുന്നു, ഹാപ്പി ആയിട്ട് പോകുന്നു. ഞങ്ങൾ ഒരു ദിവസം നമുക്ക് ഒരുമിച്ച് കാണാമല്ലേ? ഒരു കപ്പിൾ ഇന്റർവ്യൂ തന്നെ നമുക്ക് വിചാരിക്കാം. ലൈഫിൽ സൗഹൃദങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട്, ഒരുപാടുണ്ട്. ഈ സൗഹൃദത്തിന് ഗായത്രി കൊടുക്കുന്ന വാല്യൂ എന്തുവാ? സൗഹൃദത്തിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ എനിക്ക് ടു ബി ഫ്രാങ്ക്, എനിക്ക് എൻ്റെ ഫാമിലി, ലൈക്ക് ഇപ്പം അച്ഛനമ്മ അനിയത്തി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കാണുന്ന മറ്റൊരു സാധനം എന്ന് പറയുന്നത്, ഐ മീൻ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എപ്പോഴും അച്ഛനും അമ്മയ്ക്കും പറയാനുള്ള ഒരേ ഒരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളും ഉണ്ട്, ഇവളുടെ കുറേ ഫ്രണ്ട്സും ഉണ്ട്, ഈ ഡയലോഗാണ്. അത് ആക്ച്വലി എല്ലാവർക്കും വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അതുപോലെ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് എൻ്റെ ഫ്രണ്ട്സ്. എനിക്ക് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഫ്രണ്ട്സ്. ഏതാണ്ട് ഒരു 5 വിരലിൽ തീരാവുന്ന ഫ്രണ്ട്സ്. 5 വിരൽ തീരാവുന്ന ഫ്രണ്ട്സ് ഉള്ളെങ്കിലും ഇതിനു മുമ്പ് ഒരു വലിയ സൗഹൃദം ഉണ്ടായിരുന്നു. ഞാൻ എന്നിൽ കണ്ടിട്ടുള്ള ഒരു വലിയ ക്വാളിറ്റി, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഒരു പേഴ്സണലി ഞാൻ കാണുന്ന ഒരു ക്വാളിറ്റി എന്താന്ന് പറഞ്ഞാൽ, ഐ മെയിൻറ്റെയിൻ ഫ്രണ്ട്ഷിപ്പ്. ഞാൻ അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പോലെ തന്നെ ഞാൻ എഫേർട്ട് ഇടും അങ്ങോട്ട്. ലൈക്ക് ഇപ്പം എൻ്റെ പല സുഹൃത്തുക്കളും കല്യാണം കഴിച്ചു, അവർ പലരും ഫാമിലി ആയിട്ട് പല സ്ഥലങ്ങളിൽ പോയി. ബട്ട് സ്റ്റിൽ എനിക്ക് ടൈം കിട്ടുന്ന ടൈമിലൊക്കെ ഞാൻ ഓരോരുത്തരെയും വിളിച്ച് എന്തുണ്ട് വിശേഷം, ഞാൻ അങ്ങോട്ട് അപ്ഡേറ്റ് ചെയ്യാൻ, അങ്ങോട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യും, അവരുടെ അപ്ഡേറ്റ്സ് എന്താണെന്ന് ചോദിച്ചറിയാനും ഭയങ്കരമായിട്ട് ശ്രമിക്കും. അല്ലാതെ അവർ വേണമെങ്കിൽ വിളിക്കട്ടെ, എനിക്ക് ആ ഈഗോ ഇല്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എനിക്ക് അങ്ങനത്തെ ഒരു ഈഗോ എനിക്കില്ല. സോ ഞാൻ എപ്പോഴും ലൈക്ക് ഓക്കെയാണ്, ലൈക്ക് ടു ഹാവ് ഫ്രണ്ട്ഷിപ്പ്, ടു ഹാങ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ്. അത് എൻ്റെ ഒരു മെയിൻ പ്ലസ് പോയിന്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പരിധി വരെ ഞാൻ ഹാപ്പിയായി ഇങ്ങനെ എൻ്റെ ഒരു എക്സിസ്റ്റൻസ് പോകുന്നതിൻ്റെ റീസണും എനിക്കുള്ള കുറച്ച് നല്ല സുഹൃത്തുക്കളാണ്. ഈ നല്ല സുഹൃത്തുക്കൾ പോലെ തന്നെ എൻ്റെ ലൈഫിൽ നിന്ന് അവരൊരിക്കലും പോകത്തില്ല എന്നും അവരെൻ്റെ കൂടെ കാണും. സീരിയലുകൾ എനിക്കില്ലെങ്കിലും അവര് പോകത്തില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ അവര് പോയി കഴിഞ്ഞപ്പോൾ ഫീലിങ്സ് എങ്ങനെയായിരുന്നു? ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് എൻ്റെ കുഞ്ഞുനാൾ മുതലേ ഉണ്ടായിരുന്ന ചൈൽഡ്ഹുഡ് തൊട്ട് എൻ്റെ ലൈക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുന്നത് മുതലേ ഉള്ള ഫ്രണ്ട്സ് എനിക്കിപ്പോഴും ഉണ്ട്. എനിക്ക് ആക്ച്വലി ആരും നഷ്ടപ്പെട്ടിട്ടില്ല, ടു ബി ഫ്രാങ്ക്. ഫ്രണ്ട്സ് അന്നും ഇന്നും എനിക്കുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ഡിസ്റ്റൻ്റ് ആണ് എല്ലാവരും. അവരവരുടെ ലൈഫ്, ജോബ്, കുറേ ആൾക്കാർ വർക്ക് ചെയ്യുന്നു, കുറച്ച് ആൾക്കാർ ഫാമിലി ആയിട്ട് ജീവിക്കുന്നു. അപ്പം കാണാൻ പറ്റുന്നില്ല. പഴയതുപോലെ ഒരുമിച്ചിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാൻ പറ്റില്ല, തമാശ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, കൂടാൻ പറ്റുന്നില്ല, ഔട്ടിങ് പോകാൻ പറ്റുന്നില്ല. ആ ഒരു പഴയ സംഭവം ഒക്കെ പോയി.
അപ്പൊ നമ്മള് ഗായത്രി ഇപ്പോഴും അത് പ്രതീക്ഷിക്കുന്നു. ആക്ച്വലി ആണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഹാപ്പിനെസ്സിന്റെ ഏറ്റവും വലിയ ഫാക്ടർ അതൊക്കെയായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ ആ പഴയ സ്കൂൾ ഫ്രണ്ട്സ് ഒക്കെ എനിക്ക് ഇങ്ങനെ പലയിടത്തും ആയി പോയപ്പോൾ ആ ഒരു വിഷമം ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഫീൽ ചെയ്യും, ആ ഒരു ടൈം അങ്ങനെ അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു സംഭവം ഉണ്ട്. ചതികളൊന്നും ലഭിച്ചിട്ടില്ല ആർക്കാ ചതി? ചതി ഒബിയസ്ലി ചതികളില്ലാത്ത ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ? ഇല്ല. എനിക്ക് ഫ്രണ്ട്ഷിപ്പിൽ ചതിയൊന്നും കിട്ടിയിട്ടില്ല. ഫ്രണ്ട്ഷിപ്പിൽ എനിക്ക് ചതി ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഏറ്റവും കൂടുതലും. പക്ഷെ കിട്ടിയിട്ടുള്ള ചതി ഏറ്റവും വലിയ ചതിയുമാണ്. അത് എവിടെ നിന്നാണ് ഗായത്രിയുടെ മനസ്സിൽ പറയുക? അതെ, ഉറപ്പായിട്ടും. അതിപ്പോ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ സന്തോഷമായിട്ട് പോകുന്നു. ഇപ്പൊ കറന്റ്ലി സന്തോഷമായിട്ട്. ഇപ്പോഴത്തെ പുതിയ വർക്കുകളും കാര്യങ്ങളും എന്താണ്? ഇപ്പം ലേറ്റസ്റ്റ് റിലീസ് എന്ന് പറയുന്നത് പ്രീമിയർ പത്മിനി. ഒബിയസ്ലി എല്ലാവർക്കും അറിയാവുന്ന പ്രീമിയർ പത്മിനി യൂട്യൂബ് ചാനൽ. സോ അവരുടെ ഒരു ഭദ്രൻ ഓൺ എയർ എന്ന് പറയുന്ന ഒരു എപ്പിസോഡ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് റിലീസായി. ബിജുക്കുട്ടൻ ചേട്ടൻ്റെ വൈഫ് ക്യാരക്ടറാണ് ഞാൻ അതിൽ ചെയ്തേക്കുന്നത്. പിന്നെ വിക്കീഷ, പിന്നെ അജിത്ത്, അങ്ങനെ കുറച്ചധികം ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് കുറച്ച് പേര് അതിലുണ്ട്. അപ്പം ഐ എം സൂപ്പർ ഹീറോ, പിന്നെ നമ്മുടെ സുബിൻ ടാർസൻ, അവരുടെ ടീമൊക്കെ ഉണ്ട്. ഭയങ്കര ഫൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ പ്രാവശ്യം ഇറങ്ങിയത്, റിലീസായത്. സോ ഇറ്റ്സ് ഫൺ. അതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. പുതിയ വർക്കിനൊക്കെ ഉറപ്പായിട്ടും. ഗായത്രി, ഇപ്പൊ നമ്മള് ഓരോ ടൈമിൽ നോക്കുന്ന സമയത്ത് അഭിനയം അല്ലെങ്കിൽ ഈ കുട്ടിക്കാലം മുതൽ അഭിനയമാണ് ഇഷ്ടം. പഠിക്കുന്ന സമയത്ത് ഗായത്രിയുടെ ആഗ്രഹം എന്തുവായിരുന്നു? പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തോന്നുന്നു ഒരു നമ്മുടെ ചൈൽഡ്ഹുഡ് നമ്മൾ പഠിച്ചു വരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ 8, 9, 10 ക്ലാസ് ഒക്കെ ആകുമ്പോഴായിരിക്കും നമുക്ക് അടുത്ത ഫ്യൂച്ചർ എന്താണ്. ഒരു 10ാം ക്ലാസ് എക്സാം ഒക്കെ ആകുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ ഇനി അടുത്ത് സയൻസ് എടുക്കണോ മറ്റേതെടുക്കണോ എന്ത് ചെയ്യും എന്നുള്ള തോട്ട് വരുന്നത്. എനിക്ക് അങ്ങനത്തെ യാതൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. ടു ബി ഫ്രാങ്ക്, ഓക്കെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത പ്ലസ് 1 പ്ലസ് 2 ആണെങ്കിൽ അഡ്മിഷൻ കിട്ടണം, പഠിച്ചാൽ അത് ലൈക്ക് അടുത്തടുത്ത് അങ്ങനെ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഭാവിയിൽ ഇതായി മാറണം എന്നുള്ളൊരു തോട്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ മൈൻഡിൽ ഈ പറയുന്ന പോലെ അന്ന് മുതലേ എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത് സിനിമ, ഒരു ആക്ടർ ആവണം എന്നുള്ള ഒരു ഇൻഫ്ലുവൻസ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. നമുക്ക് എല്ലാവർക്കും ഓരോ ആഗ്രഹത്തിന് ഒരു ലെവൽ കാണും, ഒരു ഗ്രാഫ് കാണും. ഇപ്പൊ 100% എടുത്തു നോക്കുവാണെങ്കിൽ ഗായത്രിയുടെ ഗ്രാഫിൽ 100-ൽ എത്ര ശതമാനം ആയിട്ടുണ്ട് ഗായത്രി വിലയിരുത്തുമ്പോൾ? ആസ് ആൻ ആക്ടർ എന്ന നിലയിൽ ഒരു മനസ്സിൽ നമുക്കൊരു സന്തോഷം കാണുമല്ലോ. ഞാൻ എന്റെ പൊട്ടൻഷ്യൽസ് ഒന്നും ഞാൻ റീച്ച് ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഇല്ല. അതായത് എനിക്ക് മനസ്സിലുള്ള എനിക്ക് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ ഇപ്പോഴും ഗായത്രി തേടി വന്നിട്ടില്ല. കാരണം എനിക്ക് ഇനിയും പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളൊരു സംഭവം എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്ത പല ഡയറക്ടേഴ്സ് ആയാലും ആക്ടേഴ്സ് ആയാലും എന്നോട് പറഞ്ഞത് നിനക്ക് കുറച്ചുകൂടെ പൊട്ടൻഷ്യൽ ഉണ്ട്, സോ ദാറ്റ് നിനക്ക് കുറച്ചുകൂടെ ട്രൈ ചെയ്യാം, നിനക്ക് ഇത് ചെയ്യാം അത് ചെയ്യാം എന്ന് എനിക്ക് പല സജഷൻസ് തന്നിട്ടുണ്ട്. അപ്പോഴെനിക്ക് മനസ്സിലായത് എനിക്ക് ഇതിനേക്കാളും പറ്റും. പക്ഷെ അങ്ങനെ എന്നെ തേടി വർക്ക് വരണം, അങ്ങനെയുള്ള ഡയറക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്യണം, ആ ഒരു സംഭവം ഉണ്ട്. സോ അതുകൊണ്ട് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇപ്പൊ വെറൈറ്റി സബ്ജക്ട്സുകൾ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഇപ്പോഴത്തെ ലക്ഷ്യം. ഇപ്പൊ ഗായത്രി നോക്കുമ്പം ഫെയിമാണ്, ഫേസ് വാല്യൂ ഉണ്ട്, പേരറിയപ്പെടുന്നുണ്ട്, ആളുകളിലേക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ സെയിം തിങ് നമ്മൾ മറ്റൊരാളെ നോക്കുമ്പം ഇതിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പം ഫെയിം ആയതിലുപരി ഈ വർക്കുകൾ ഇൻഡസ്ട്രി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ, പാടാണോ? വർക്ക് പൊതുവെ കിട്ടാൻ പാടാണോ എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ലൈം ലൈറ്റ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ കളിവീട് തന്നെ ഉദ്ദേശിച്ചു, ആ ഒരു കഥാപാത്രം ജീവൻ നല്ല ഹൈപ്പിലായിരുന്നു. ഇപ്പോഴും 3 മാസം കഴിഞ്ഞിട്ടും ആളുകളുടെ മനസ്സിൽ ആ ഒരു കഥാപാത്രം ഉണ്ട്. അപ്പൊ ആ ഒരു ഹൈപ്പിൽ തന്നെ മറ്റുള്ള റോളുകൾ തേടി വരണമെന്നാണോ പറയുന്നത്? ആ ഹൈപ്പിൽ തന്നെ മറ്റു ക്യാരക്ടേഴ്സ് വന്നാൽ ബെറ്റർ ആണ്. പക്ഷെ ഞാൻ കൂടുതലും ഇപ്പം എനിക്കിപ്പോൾ ഉണ്ടായ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ കളിവീട് ചെയ്തപ്പോൾ ഞാൻ ഒരു ഉഗ്രൻ വില്ലത്തിയായിട്ട് ചെയ്തു. പക്ഷെ എനിക്ക് പിന്നെയും എന്നെ അപ്രോച്ച് ചെയ്ത വർക്ക് കൂടുതലും വില്ലൻ സംഭവമാണ് വന്നത്, വിച്ച് എനിക്ക് ഇനി എക്സ്പ്ലോർ ചെയ്യാൻ വലിയൊരു ഇൻട്രസ്റ്റ് ഞാനിപ്പം അതിന് കാണിക്കുന്നില്ല. മേ ബി ലൈക്ക് ഒരു ടൈം കൊടുത്തിട്ട് മേ ബി നെക്സ്റ്റ് ലെവൽ ഒരു വില്ലനിസം കാണിക്കാം എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ. പണ്ട് മുതൽക്കേ സിനിമയിൽ ഒരു പോലീസ് റോൾ ചെയ്ത ഒരാള് കോൺസ്റ്റന്റ്ലി അത് തന്നെ. അപ്പൊ എനിക്ക് അങ്ങനെ ചെയ്യുന്നതിനോട് വലിയൊരു താല്പര്യമില്ല. കാരണം ഞാൻ അത് ഓൾറെഡി ഒരു 3 വർഷം ഞാനത് ചെയ്തു.
പക്ഷെ ഇപ്പം എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അടുത്ത എന്തെങ്കിലും വേറൊരു വ്യത്യസ്തമായുള്ള ഒരു ക്യാരക്ടർ എക്സ്പ്ലോർ ചെയ്യുക, പുതിയ എന്തെങ്കിലും ഒരു സംഭവത്തിലേക്ക്. അങ്ങനെയാണല്ലോ നമ്മൾ ആർട്ടിസ്റ്റിനെ എക്സ്പ്ലോറേഷൻ, ഐ മീൻ ആക്ടിങ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് പല ഡയറക്ടർമാരും ഇന്ന് ഇന്റർവ്യൂ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അഭിനയിക്കാൻ റെഡിയാണ്, പക്ഷെ കഥാപാത്രങ്ങൾ എന്നെ തേടി വരട്ടെ അല്ലേ? അതെ. ഗായത്രിക്ക് ഇനി ചെയ്യാൻ ആഗ്രഹമുള്ള, അല്ലെങ്കിൽ എനിക്ക് ചെയ്യണം, എൻ്റെ ലൈഫുമായിട്ട് മാച്ച് ആവുന്ന ഒരു കഥാപാത്രം ഏതായിരിക്കും? ലൈഫുമായിട്ട് മാച്ച് ആവുന്ന കഥാപാത്രത്തിനേക്കാളും എനിക്ക് എന്തെങ്കിലും, എൻ്റെ ഇപ്പോഴത്തെ പുതിയൊരു സോർട്ട് ഓഫ് അഡിക്ഷൻ ആണത്. എനിക്ക് കുറച്ച് ഇപ്പം മാർഷൽ ആർട്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കുറച്ച് പെക്യുലർ ആയിട്ടുള്ള കുറച്ച് ഒരു എന്താ പറയുക, ഒരു മേ ബി ഒരു ഫീമെയിൽ ഓറിയന്റഡ് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയുള്ള കുറച്ച് ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം എന്ന്. സിനിമ പോലെ വരുമോ? ആർഡിക് സിനിമ പോലെയൊക്കെ വന്നാല് അത് റെഡിയാണ്, ഞാനത് പ്രിപ്പയർ ആവാനും. ഐ മീൻ വെരി മച്ച് ഇൻട്രസ്റ്റഡ്. ഇപ്പോൾ അടിയിടിയൊക്കെ ഇഷ്ടമാണ്. പണ്ട് മുതലൊക്കെ അടിക്കുകയും ചെയ്യും. ചെറുതിലെ ഭയങ്കര കുസൃതിയാണെന്ന് എല്ലാവരും പറയുമായിരുന്നു. ഒരുപാട് കോളേജിൽ ഭയങ്കര സൈലന്റ് ആയിരുന്നു. ഇല്ല, ഞാൻ ചെറുതിലെ ഭയങ്കര കുസൃതിയായിരുന്നു. ഒരു ടൈം കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര സൈലന്റ് ആണ്. അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്, അമ്മ പറഞ്ഞു എൻ്റെ മോള് ഗായത്രി നല്ലപോലെ പാട്ട് പാടുമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് വേണ്ടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാടാം. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ്ങില് ഒരു ചെറിയൊരു പോർഷൻ ഞാൻ പാടാം. ഒന്നൊന്നുമേ മൊഴിയാതിനി ചായുന്നുവോ പ്രേമതൽപ്പങ്ങളിൽ, സ്നേഹം നിറം കൊണ്ട നേരങ്ങളിൽ നിൻ കൺമുന്നിലെന്നോ നിന്നീ സ്വയം പൂവാടിയാണെന്ന പോലെ വെള്ളിച്ചിലങ്ക തുള്ളിത്തുളുമ്പി കൊഞ്ചിക്കിണുങ്ങി വരുമ്പോൾ ഞാനേതോ താളം മീട്ടിയോ. ഇനി ഇതേത് പാട്ടെന്ന് പറ. ഇഷ്ടമോ നീടുവാൻ പെണ്ണെ മടിയുന്തിന. ചുമ്മാട്ടെ, എൻ്റെ ഫേവററ്റ് പാട്ട് ഇതേതാ പാട്ട്? ഗായത്രി ശരിക്കും പാടി കേട്ടോ. അപ്പൊ ഒരു സകലകല വല്ലഭിയ അല്ലേ? ചെറിയ രീതിക്ക് മോഡലാണ്, ഡാൻസറാണ്, ആക്ടറാണ്, സിംഗറാണ്. ഇതിലും അപ്പുറം എന്താണ്? അപ്പം ഗായത്രി ആദ്യം ഒരു പാട്ട് പാടി, പിന്നെ ഞങ്ങൾക്കും ഞങ്ങളുടെ ക്രൂവിനും ഇഷ്ടം തോന്നിയത് കൊണ്ട് ഒരു പാട്ടുകൂടെ പാടാൻ പറയുവാണ്. നമ്മുടെ ARM സിനിമയിലെ അല്ലേ? പാടാം. ഓക്കെ, ആദ്യം തന്നെ ഞാൻ ജിതിൻ ചേട്ടനോട് വലിയൊരു സോറി പറയുകയാണ്. ഇൻ കേസ് എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ. കിളിയേ തത്തക്കിളിയേ കൊഞ്ചിപ്പറന്നിൻ കൂട്ടിലെത്തൂലെ, നിറയെ ചിന്നിച്ചിതറും കൊതിയായി, കുറുമ്പേ കള്ളക്കുറുമ്പേ ഉള്ളിലൊതുക്കും നാണമെന്താണ്, പുലരെ മുത്തിപ്പുണർന്നൊന്നലിയാൻ. കൊള്ളാം. താങ്ക്സ്. അപ്പൊ ഈ പാട്ടുകാരിയാന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അതാ ആക്ച്വലി സ്പീക്കിംഗ്, അങ്ങനെ എല്ലാവർക്കും ഒന്നും ഞാൻ അങ്ങനെ ഇപ്പോഴാണ് പിന്നെ ഞാൻ പാടി തുടങ്ങിയത്. പാട്ടുകാരി എന്നപ്പോ എല്ലാവർക്കും അറിയത്തില്ല, നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് പറഞ്ഞ നമ്മളോട്. താങ്ക് യു. അപ്പം നമുക്കായിട്ട് മാത്രം പറഞ്ഞതാ. പാട്ടൊക്കെ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുമ്പോ പാടാറുണ്ടോ? പാടാറുണ്ട്. അപ്പം ഇപ്പൊ സീരിയലുകൾ ചെയ്തു, സിനിമകൾ ചെയ്തു, ഇനി മുന്നോട്ടുള്ള ഡ്രീം എന്താണ്? മുന്നോട്ടുള്ള ഡ്രീം ഇപ്പം ഞാൻ സീരിയലിൽ നിന്ന് തൽക്കാലം ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് നിൽക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ എനിക്കിങ്ങനെ ത്രൂ ഔട്ട് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് വരുന്നതുകൊണ്ട് വേറെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ അതിനൊരു തൽക്കാലം സ്റ്റോപ്പ് ഇട്ടു. ഇപ്പം കുറച്ച് പടത്തിൻ്റെ പരിപാടികളും കുറച്ച് വെബ് സീരീസിൻ്റെ പരിപാടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പഠിച്ചത് ആക്ച്വലി സിനിമ ആൻഡ് ടെലിവിഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സാണ്, PG ചെയ്തത്. അത് ആക്ച്വലി ഫിലിം മേക്കിംഗ് ആസ്പെക്ട്സിലാണ് കംപ്ലീറ്റ് ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്ന പടത്തിൽ ലേഡി അസിസ്റ്റൻസിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു റിക്വയർമെന്റ് വന്നത്. അങ്ങനെ ഞാൻ ആ പടത്തിൽ പോയി വർക്ക് ചെയ്തു. ഡ്രൈവിംഗ് ലൈസൻസ് സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. ഓ കൺഗ്രാറ്റ്സ്. അപ്പോൾ അങ്ങനെ ഞാൻ വർക്ക് ചെയ്തു. പ്രീയും പ്രൊഡക്ഷൻ ടൈമിലും ഒക്കെ ഉണ്ടായിരുന്നു, പോസ്റ്റ് വർക്കിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റി, കുറച്ച് കൂടുതൽ ഫീൽഡ് വർക്ക് അറിയാൻ പറ്റി. മെയിനായിട്ട് നമ്മളിപ്പോൾ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്നത് വേറെയും ഇറങ്ങി നമ്മൾ ആ ഒരു ഫീൽഡിൽ നിന്ന് പഠിക്കുന്നതും വേറെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി.
വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഉറപ്പായിട്ടായിരുന്നു. ഈ തമിഴ് നല്ലപോലെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. തമിഴിൽ ഒരു ഇന്റർവ്യൂവും ഒരു വൈറലായിരുന്നു. അതിന് ഇന്റർവ്യൂലോട്ട് എത്തിയത് എങ്ങനെയാ? തമിഴില് ഞാൻ പടം ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി. ഒന്ന് SS കുമരൻ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറിന്റെ കേരള നാട്ടിലും പെൺകളുടനെ എന്ന് പറയുന്ന ഒരു പടവും, പിന്നെ നമ്മുടെ കണ്ണൻ താമരക്കുളം ചേട്ടന്റെ ഫസ്റ്റ് തമിഴിലൊരു പടം സൂരയാടൽ എന്ന് പറയുന്ന ഒരു പടവും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ 2 പടം വർക്ക് ചെയ്ത് ആ ടൈമിൽ, ഞാൻ നിന്ന ടൈമിൽ ക്രൂ ഈ പറയുന്ന പോലെ എനിക്ക് കൂടുതൽ തമിഴ് പഠിപ്പിച്ചു തരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അവർക്ക്. അങ്ങനെ പിന്നെ എനിക്ക് തമിഴ്നാട്ടിൽ അത്യാവശ്യം കുറച്ച് ഫ്രണ്ട്സും ആയപ്പോഴേക്കും, അപ്പൊ അവരോട് സംസാരിച്ച് ത്രൂ ഔട്ട് കോണ്ടാക്ട് വെച്ച് ഞാൻ തമിഴ് ഈസി ആയിട്ട് പഠിച്ചു. അപ്പൊ തമിഴ് അങ്ങനെ സംസാരിക്കും. അപ്പൊ തമിഴിൽ എന്നോടൊന്ന് സംസാരിച്ചെന്തെങ്കിലും ഞാൻ മലയാളത്തിൽ ഉത്തരം പറയാം. ஓகே. சரிப்பா, என்ன பண்ற? எப்படி இருக்க? இன்டர்வியூ பண்றேன். ஓகே, எப்படி இருக்க? லைஃப் எல்லாம் எப்படி போகுது? சௌக்கியமா இருக்கா? நல்லா இருக்கியா? நல்லா இருக்கேன். சாப்பிட்டியா? இல்ல இல்ல. உடம்பு எப்படி இருக்கு? അത് പറയാൻ പാടില്ല. அது ஊப்புற பிரியாணி ഒക്കെ വെച്ചാ. ഉടമ്പ് எப்படி இருக்கு? ഉടമ്പ് எப்படி இருக்கு? ശരീരത്തിൽ ഇപ്പം കുഴപ്പമില്ല, അവിടെ അടിക്കുന്നുണ്ട്. അപ്പൊ എന്തോ ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയത്തുള്ളൂ എന്തോ ആവുമെന്ന്. എന്തോ പറ്റി പറ. ഞാൻ തമിഴ് സംസാരിച്ചതാ. സംസാരിക്കും പോട്ടെ. ഉടമ്പ് ഇനിയോ അയ്യോ ഇനിയിപ്പോ എന്താ പറയാനോ. வீட்லெல்லாரும் எப்படி இருக்காங்க? நல்லா இருக்கா. நல்லா இருக்காங்களா? ஓகே. உங்களுக்கு தமிழ் தெரியுது? நீங்க அதாவது நல்ல தமிழ் பேசுறீங்க. தமிழ் தெரியும். നമ്മളെ തേച്ചിട്ട് പോയ പെണ്ണ് തമിഴന്റെ കൂടെ പോയി. ഓ அப்படியா? தெரியும் എനിക്ക്. ഓ നൈസ്. നല്ലപോലെ தெரியுமா? താങ്ക് യു. ശരിക്കും അത് സത്യം റിയൽ സ്റ്റോറിയാ. എന്നെ തേച്ചിട്ട് പോയ എന്നെ ഞങ്ങൾ 8 വർഷത്തെ റിലേഷൻ ആയിരുന്നു. എനിക്കുണ്ടായിരുന്നു ഒരു തമിഴ്. ഇവിടെ അപ്പം കോൺഗ്രസ് സ്കൂളിൽ ഇട്ട് അവൻ എന്നെ കുറെ തെറി വിളിച്ചു. എനിക്ക് മലയാളം അല്ലേ അറിയത്തുള്ളൂ. അപ്പൊ അവനെ തെറി വിളിക്കാനായിട്ട് ഞാൻ പഠിച്ചു വന്നു. അപ്പൊ തമിഴ് അടിപൊളിയായിട്ട് പഠിച്ചല്ലോ. അപ്പോൾ അവളും കെട്ടിപ്പോയി. അപ്പൊ എവിടെയെങ്കിലും ഇറക്കണമെന്ന് തോന്നി അങ്ങനെ ഇറക്കിയത്. അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് വരാം. അപ്പൊ അങ്ങനെ തമിഴിലൊക്കെ ചെയ്തു. സന്തോഷമായെന്ന് വിശ്വസിച്ച് നമുക്ക് ഗായത്രി ഇനി മുന്നോട്ടുള്ള ലൈഫിൽ ഈ വൈബിൽ തന്നെ പോട്ടെ. ഒത്തിരി സന്തോഷം. അപ്പൊ എല്ലാം നല്ല വർക്കുകളൊക്കെ ഗായത്രി ചിന്തിച്ച പോലെ നെഗറ്റീവ് റോൾ അല്ലാതെ ഗായത്രി ആഗ്രഹിക്കുന്ന പോലെ നല്ല നല്ല ഷെയ്ഡുള്ള റോളുകൾ വരട്ടെ. അപ്പൊ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു സോ മച്ച്.